ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണം. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട എന്താ, മോർണിംഗ് സ്റ്റാർട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഡ്രിങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ ജിം പോകുന്നതാണ്. ഇതാണ് മറ്റേ സ്റ്റോർ ചെയ്ത് വെച്ച സാധനം, നെല്ലിക്ക കറിവേപ്പില ആ സാധനം. സോ യെസ്, ഇവിടെയാണ് ഒരു നല്ല കാറ്റ്. എന്റെ മുടി അളകുന്നാണ്ട് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഫസ്റ്റത്തെ ആളെ വിളിച്ചു. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെഡിയാവാം ഫോർ ജിം. അങ്ങനെ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി. ഓഫീസ് ജിമ്മിലാണ് പോകുന്നത്. അപ്പൊ നെറ്റ് കറി അടിച്ച് അതിന്റെ കഷായം ഉണ്ടാക്കുന്നതെന്ന് നോക്കാണ്. എന്തൊക്കെയാ അപ്പൊ ഇതിലിരുന്ന്? തുളസി പിന്നെ അതെന്താ? നമുക്ക് വേഗം ലിഫ്റ്റിലേക്ക് പോവാം. നമ്മള് 3 പേരാണ് ഇപ്പൊ ജിമ്മിൽ പോകുന്നത്. നമ്മള് കൊട എടുക്കാൻ മറന്നു, അപ്പൊ അതുകൊണ്ട് തിരിച്ച് ലിഫ്റ്റിലേക്ക് പോകും. മറവി കൊട എടുത്തിട്ട് വരാം. ഇപ്പൊ രാവിലെ 7 മണി സമയത്തുകൊണ്ട് വലിയ റഷ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് വലിയ സണ്ണി ക്ലൈമറ്റ് ഒന്നുമല്ല, പക്ഷെ ഞങ്ങൾ കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ സൺസ്ക്രീനും തേക്കുന്നുണ്ട്. ബിക്കോസ് രാവിലെ ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ തേക്കാം. ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായി, സൺസ്ക്രീൻ തേച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഏജ് വെക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഭയം ഉള്ളത് കൊണ്ട് നല്ല വേഗം ഓടുന്നു. അക്കി വേറൊരു ഇൻഫ്ലുവൻസർ ആണ്. നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. ഈ ഒരു വീഡിയോയിൽ എന്താ പറയാനുള്ളത്? ഞാൻ എല്ലാവർക്കും ചാൻസ് തരുന്നു. വളരെ നല്ല അഭിപ്രായം. എല്ലാരും ഫിറ്റ്നസ് ശ്രദ്ധിക്കുക, അതാ പറയാനുള്ളത്. നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ചെറിയ രീതിക്ക് ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അല്ല, എന്നിട്ട് ഇന്നലെ അക്കി വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് മെല്ലെ സംസാരിക്കുക, ഭയങ്കര ഒച്ച. അത് നന്ദു ഒക്കെ അതാ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നന്ദുവിന്റെ ഒച്ചല്ല, എന്റെ ഒച്ച കണ്ടോണ്ടിരുന്നില്ല, പക്ഷെ കേട്ടോണ്ടിരുന്നു. ചിലപ്പോ എനിക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേയില് ബാക്കി എന്താവും നോക്കാം. ജിമ്മിന്നൊന്നും തീരെ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ തീരെ അലൗഡ് അല്ല. പക്ഷെ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. എന്തായാലും ഇങ്ങനെ വന്നതല്ലേ, എന്തായാലും വെറുതെ പോലെ വർക്ക്ഔട്ടൊക്കെ ചെയ്യും. ഒന്നും ചെയ്തില്ലേ സ്ട്രെച്ചെങ്കിലും ചെയ്യും. നിങ്ങളും ഇങ്ങനെ വീട്ടില് ചൊറിയും കുത്തിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യും. രാവിലെ ചെറുതായിട്ട് സ്ട്രെച്ചെങ്കിലും ചെയ്യും, കാരണം പിന്നെ ബോൺസും ജോയിന്റ്സും ഒക്കെ ചെറിയ പെയിൻ വരും. ഇപ്പൊ പെയിൻ വന്നില്ലെങ്കിലും. ഇപ്പൊ നമ്മള് വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. I like the flowers. ഈ ദോശ ഉണ്ടാക്കിയപ്പോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കും. ഞാൻ നല്ല ഉറക്കത്തുള്ള, അതുകൊണ്ട് നീ എന്ത് ചെയ്യുമ്പോഴും എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. ആദ്യമായിട്ടാ കഴിച്ച് നന്ദു ഇങ്ങനെ സാധാരണ ഭയങ്കരമായിട്ട് ക്യാമറ കോൺഷ്യസ് ആവുന്ന ആളായിരുന്നു. ഉടയിൽ ഓട്ടമാണ് ദാരിദ്ര്യം. ഇതൊന്നും എടുക്കരുത്. ലൈഫ് ഓഫ് ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് പീപ്പിൾ. സാധനം എടുക്കുന്നു, റേറ്റ് നോക്കുന്നു. മെയിൻ ലൈറ്റിങ്ങിന്റെ പ്രശ്നം കേട്ടോ. വലിയൊരു സുഖമില്ല രണ്ടാളും കാണാൻ വേണ്ടിട്ട്. ശരിക്കും ഞങ്ങൾ ഇങ്ങനെയല്ലേ, കുറച്ചുകൂടി വൃത്തിയുണ്ട് കാണാൻ. എന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ 2025 ആവുമ്പോഴേക്ക് സക്സസ്ഫുൾ ആക്കണം. എനിക്ക് അതേ നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. ഞാൻ എങ്ങനെയും ക്ലിക്കായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഗിവ് അവേ തരുന്നതായിരിക്കും. ക്ലിക്കായാലും ഈ റൂമിലുള്ള ഞങ്ങൾക്ക് എന്റെ യൂട്യൂബ് എങ്ങാനും ക്ലിക്കായാലും അത് നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചോ. എന്റെ വക കുറെ ഒന്നുമില്ലെങ്കിലും കുറച്ചെന്തെങ്കിലും ഒക്കെ ഗിവ് അവേ. ഇതാണ് വേറൊരു റൂംമേറ്റ്. ലൈവ് അല്ല, യൂട്യൂബ്. നമ്മളെല്ലാരും ഹെൽത്ത് ഫ്രീക്ക് ആയതുകൊണ്ട് എല്ലാരും ജിമ്മ് കഴിഞ്ഞ് വന്നോണ്ടിരിക്കുക, മാഗി വാങ്ങിയിട്ട്. അപ്പൊ നമുക്കിത് കഴിക്കാനായിട്ട് പ്രത്യേക ടെക്നിക്ക് ഉണ്ട്. ഇങ്ങനെ വെക്കാം, ഇതില് ഒരു മുന്തിരി വെക്കാം, എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യാം. ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം. ഭയങ്കര ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ചീര വിത്ത് നട്ട്സ്. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടത്. ആദ്യമായിട്ട് വേണ്ട സാമഗ്രികൾ: കുറച്ച് വെളിച്ചെണ്ണ. കുപ്പിയൊക്കെ ആക്കി തരണ്ടേ? ഇത് ഫുള്ളാണ്, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എടുക്കാൻ കുപ്പിയിൽ വേറെ ഉണ്ട്. നമുക്ക് കുറച്ച് ഇങ്ങനെ പറയാം. ഞങ്ങളിവിടെ യൂസ് ചെയ്ത വെളിച്ചെണ്ണ കരിക്ക് പേരും വെളിച്ചെണ്ണ അത് ചളിവാരി എറിയുന്ന 2 വറ്റൽമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന നല്ല ചൂട് നെയ്യൊക്കെ വെച്ചിട്ടുള്ള ദോശയും നല്ല ശുദ്ധമായ പശുവും നെയ്യ്. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല, നന്ദുവിന്റെ വീട്ടില് അടുത്തൊരു പശു ഉണ്ട്. ആ പശുവിന്റെ അടുത്തുനിന്നാണ് നമ്മൾ ആ നെയ്യ് എടുത്തത്. ഇവിടെ ഭയങ്കര നോയ്സ് ആണ് ഗൈസ്. എന്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല.
നന്ദു എനിക്ക് മുടി കെട്ടിത്തരണം. ഇന്നലെ കെട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നന്ദുവിനെ കൊണ്ട് മുടി കെട്ടിക്കാം. അടുത്ത വ്ളോഗർ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ന്യൂ വീഡിയോ ഈസ് ഗോയിങ് ടു ബി അപ്ലോഡഡ്. പെട്ട ഞാനും അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് ഭയങ്കര ലെങ്തി വീഡിയോ ആയതുകൊണ്ട് സ്പേസ് ഇല്ല ഫോണില്. അപ്പൊ ഞാനിതാ ലാബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കുന്ന. അപ്പൊ ചിലപ്പോ ഈ വീഡിയോനൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. പക്ഷെ നന്ദുവിന്റെ അടുത്ത് നമ്മളിത് തട്ടിപ്പറിച്ച് വാങ്ങും. കൊക്കിന് പിടിക്കും, കടപ്പുറം ഇളകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മള്. ഇതിന്റെ പേര്, ഹെയർ സ്റ്റൈലിന്റെ പേരെന്താ നന്ദു? കാണുന്നില്ല. ഫിഷ് ഫ്രൈഡോ? ഇന്ന് എന്താന്നറിയില്ല. നന്ദുവിന് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. നന്ദുനെയോ? ടീഷർട്ട് ഇടുമ്പോഴാന്ന് തോന്നുന്നു. അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഹേ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പേജ്? ഞങ്ങൾ ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എത്ര ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് ലാസ്റ്റ് ഞങ്ങളൊരു ബിരിയാണിന്റെ വീഡിയോ ഉണ്ട്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായിട്ട് ഒരു കൊതി വന്ന്. എന്നിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി കുറെ കളിച്ചു. പക്ഷെ അപ്പൊ ആ സമയത്ത് 2 മണി. പിന്നെ ഞങ്ങള് ബിരിയാണി, നെഹുവിന്റെ ബോയ് ഫ്രണ്ട് വിളിച്ചു. നെഹുവിന് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി കട സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ തന്നെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, ഞങ്ങൾ ഇത്ര ലേറ്റ് ഫുഡ് കഴിക്കുന്നത് നല്ലല്ലോ, ഇറ്റ് ഇസ് അൺഹെൽത്തി. അപ്പോ അയ്യോ എന്തോ പറ്റി. അതാ എന്തോ തൊട്ട്. ഞാനെന്തും തൊട്ടില്ല. അതാ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനിയും കുറെ ടൈം ലാഗ് ഉണ്ടാവും എന്റെ സിസ്റ്റത്തിൽ. സൗണ്ട് വന്നപ്പോഴാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത്ര ഒരു ഭംഗിയില്ല. ഇനിയിപ്പം ഒരു ചെറിയ പണികളുണ്ട്. ഇങ്ങനെ നമ്മൾ പൊന്തിക്കണം. ഇങ്ങനെ പറ്റങ്ങനെ വെക്കരുത്. ഇപ്പൊ നമ്മളിങ്ങനെ മുകളിൽ പൊന്തിക്കണം. ഞങ്ങളൊരു സാധനം മോഷ്ടിക്കാൻ വന്നത്. ബെറീസ് കറി വന്നതിന് ഞങ്ങൾ ടിഷ്യൂ ഒക്കെ എടുത്തിട്ടാ വന്നത്. കുറെ ബെറീസ് ഉണ്ട്. ഇതൊന്നും അത്ര പഴുത്തില്ല. കറക്റ്റ് പഴുത്തത് കാണിച്ചത്. ഇതാ പഴുത്തത് ഇവിടെ. നല്ല മുള്ളുണ്ട് ഇതില്. അല്ലാ, ഇതാരും അനുകരിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ ലൊക്കേഷൻ കാണിക്കാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതേപോലെ ഇവിടെ വന്ന് അനുകരിച്ചാലോ, അനുകരിച്ചാലോ. ഇതൊക്കെ നല്ല പഴുത്തതാ. ഇവരിങ്ങനെ പറിച്ച് കഴിക്കുന്നതാകുമ്പോ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. കൊതിയാവും. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഈ ബെറീന്റെ കേസ് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി, ഇതിന്റെ ഗുണഗണങ്ങളൊക്കെ നോക്കി. സോറി, ബെറി അല്ല, ചെറിയായിരുന്നു ഗൈസ്. എന്റെ സൗണ്ടിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തോന്നൂല. ശരിക്കും എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ. പക്ഷെ ഇവിടെ പരിസരം അങ്ങനെ ആയതുകൊണ്ട് അധികം എക്സൈറ്റഡ് ആയിട്ട് കളിക്കാനാവില്ല. ഇവിടെ ചിലപ്പോ പൊക്കിയാലോ. ഞങ്ങളൊരു തരത്തിലുള്ള ഒരു കക്കലാണ് ഇത്. ഇതിന്റെ ടൈറ്റിൽ എന്താ കൊടുക്കുക? ഞങ്ങൾ മോഷ്ടിച്ചു. ഒരു മോഷണക്കഥ, അതായിരിക്കും നമ്മളെ ടൈറ്റില്. മോഷ്ടിച്ച തൊണ്ടി മുതലാണ് ഇത് ഗൈസ്. ഇവിടെ വേറൊരു യൂട്യൂബർ ഇവിടെ വീഡിയോ എടുക്കുന്നതാണ്. ഞങ്ങളൊരു അവസ്ഥ. സോ ഇവിടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പൊ നോക്കി ഇൻട്രോവർ ഇരിക്കുന്ന പോലെ ഇരുന്നോണ്ടിരിക്കുന്നത്. അയ്യോ പാടല്ലേ. നമ്മള് നൂറി ഓഫീസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. സേ ഹായ് ടു മൈ ചാനൽ. ശരിക്കും ഈവനിങ് ഉച്ചയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുക്ക് ചെയ്തപ്പോഴേക്ക് ഭയങ്കര ലേറ്റ് ആയിപ്പോയി. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നീച്ചത് കുറച്ച് വൈകി. ഇത്ര ലേറ്റ് ആയിപ്പോയി നീച്ചിട്ട്. ഇന്നസെന്റ് നല്ല പക്ഷെ ശരിക്കും KPCയിലാണ് എന്ത് ചെയ്യാ പട്ടിഷോ. ഇതാണ് ഗൈസ് അപ്പുവിന്റെ ഫ്രണ്ട് ആദിത്യ. ആദിത്യ ഒരു ഹായ് പറ എന്റെ യൂട്യൂബ് ചാനലിലേക്ക്. സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തതാ. ഓക്കെ, നമ്മളിവിടെ റെയിൻബോ വന്നു ഗൈസ്. ഫസ്റ്റ് റെയിൻബോ റിയാക്ഷൻ എങ്ങനെയുണ്ട്? നന്ദുന് എന്താ പറയാനുള്ളത് ഈ റെയിൻബോ കണ്ടിട്ട്? ശരിക്കും ഞാൻ ഇന്ന് ഭയങ്കര കുറച്ച് ഡെസ്പെയിനും. പക്ഷെ ഇത് കണ്ടപ്പോ എല്ലാ കളേഴ്സും ഉണ്ട്. ഇവിടെ നോക്കി ഏറ്റവും ടോപ്പിലേക്ക്. ഇങ്ങനെയാണ് ഞങ്ങളെ ബാൽക്കണിയിലുള്ള വ്യൂ. ശരിക്കും ഇതൊരു ഹാഫ് സർക്കിൾ അല്ല. ഇങ്ങനെ അവിടെ മേഘ അതിനോട് മറഞ്ഞു നിൽക്കുന്ന. ഇതിന് മുന്നേ കണ്ടത് ഫുള്ള് ഇങ്ങനെ ആയിട്ടുള്ളതാ. അന്ന് ഈ എന്നിട്ട് ഇത്ര കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനും വലുതായിരുന്നു അന്നത്തെ. ഇവിടെ വേറെ ഉണ്ട് കണ്ടോ? ഇതാ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. നമ്മള് കറി ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് മറിച്ചതായിരുന്നു. നമുക്കിനി ഇത് കഴുകണം. ഇവർ 2 ആളാണ് മെയിനായിട്ട് ഈ പുളീന്റെ ആൾക്കാര്.
ഗൈസ് നമ്മൾ ചെറിയൊരു റീൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് അടുത്ത ബെറീസ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. സോ ബെറീസ് അല്ല നമുക്ക് ചെറീസ്. ഷീസ് ടോക്സിക്. നമ്മള് ബാൽക്കണിയിൽ നല്ല വൈബില് പോവാനാണ് വിചാരിക്കുന്നത്. ബാൽക്കണിയിൽ നല്ല വൈബ് അടിച്ച് കഴിക്കാനാണ് വിചാരിക്കുന്നത്. നല്ല ചെറിയില് കുറച്ച് ഉപ്പ് ഇങ്ങനെ മുക്കി, നല്ല പുളി ഉണ്ടാവും. പക്ഷെ ഇതിൽ കുറേ നല്ല കാര്യങ്ങൾ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിച്ചിട്ടാ കഴിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തെറിക്കുന്നു. ഈ റെഡ് കളർ ഇല്ല, അതിങ്ങനെ ഇതെന്താ ഫോക്കസ് ആവാത്ത. ശരിക്കും ഉപ്പിലിട്ടിട്ട് മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് നൂറിലിട്ടിട്ട് ഇതിന്റെ കറിയൊക്കെ പോക്കിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം. അതൊരു നോർമൽ നമ്മള് പീഡിയെന്നൊക്കെ വാങ്ങുന്ന ചെറീസ് പോലെ നമുക്ക് കഴിക്കാം. അല്ല, എന്റെ നാവില് കാണുന്നില്ല. ഒട്ടാകെ വായിലിടുന്നതിനോട് തോന്നുന്നു. എന്റെ വന്നില്ല, അപ്പൂന്റെ വരുന്നുണ്ട്. നമുക്കൊരു ചാലഞ്ച് വീഡിയോ ചെയ്യാം വിത്ത് ചെറീസ്. അപ്പോൾ എന്താ ചാലഞ്ച് എന്ന് വെച്ചാൽ, നിങ്ങൾ കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം. അതാണ് ആദ്യം. അപ്പു ഫെയിൽഡ് ഗൈസ്. എന്നിട്ട് നാവുന്നാണെങ്കിൽ ഫുള്ള് വന്നിട്ടില്ല. ഫുള്ള് കാണിക്കാൻ എന്റെ നന്ദു നോക്ക് പഠിച്ചിട്ടില്ല. അക്കിയാണ് ഗൈസ് നമുക്ക് അടുത്ത ആളായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഡുഡും സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഇവർ രണ്ടാളും ജയിച്ചു, ഇത് തോറ്റുപോയി. ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വിശപ്പ്. ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതിനോട് ഞാൻ അപ്പുനെ ക്യാമറ ഹോൾഡ് ചെയ്യുന്നൊരു സാധനമായിട്ട് വെച്ചതാ. എന്തുവാണ് ഇവിടെ ഷെഫിന്റെ പണി. എന്തോ എപ്പില് പണിയാൻ പോകുന്നുണ്ട്. എപ്പിന്റെ മുകളിൽ ബുൾസൈഡ് എന്നൊക്കെയാ പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു ഉരുള നന്ദുവിന് വേണ്ടി ഡെഡിക്കേറ്റ്. ബുൾസൈ 1, ബുൾസൈ 2. ഇതില് ബുൾസൈ ഇല്ല. അക്കുവിന് 8 കാലി അടിച്ചതിനോട് കുറച്ച് മരുന്നുകൾ കുടിക്കാനുണ്ട്. അപ്പൊ അതില് ബുൾസൈ പാടില്ല. ചോപ്പ് സ്റ്റിക്ക്, ചോപ്പ് കിട്ടുന്നുണ്ടോ അക്കു? ഒരു മിനിറ്റ്, അപ്പുന് കിട്ടിയിരിക്കുന്നു. ബൈ. സോറി, ഇവർക്ക് ബൈ പറയാൻ മറന്നു. ബൈ.